പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യ തുടക്കമിട്ടു. പെട്ടെന്ന് മെയ് 10 വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു രാത്രി നീണ്ട ഇടപെടലിന് ശേഷം, തന്റെ ഇടപെടലിന് ശേഷമാണ് ആ ഒരു ധാരണയിലേക്ക് എത്തുന്നത് എന്ന് എക്സിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനം നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം ചോദിച്ച ചോദ്യം അമേരിക്കയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. ആ ഭാഗം പ്രധാനമന്ത്രി തൊട്ടേയില്ല. ട്രംപ് എന്നൊരു വാക്കേ പ്രധാനമന്ത്രി പറഞ്ഞില്ല. പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ സംഘർഷം നടക്കുന്ന ഒരു സമയത്ത് മെയ് 9 വൈകുന്നേരം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ടെലിഫോണിൽ ഒരുപാട് തവണ വിളിച്ചു. തന്നെ കിട്ടിയില്ല, താൻ സമയത്ത് തിരക്കിലായിരുന്നു. പിന്നീട് താൻ തിരിച്ചു വിളിച്ചപ്പോൾ പാകിസ്ഥാൻ എന്തോ ഒരു വലിയ ആക്രമണം ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആക്രമണം ലക്ഷ്യം വെച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്നൊരു മെസ്സേജ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നൽകിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇതല്ല ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ UK സന്ദർശനത്തിനിടയിലും ട്രംപ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് താനാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞില്ല.